എന്താ പറഞ്ഞത്? ഞാൻ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ. എങ്ങനെ അവർക്ക് ലഭിച്ചത്? അവരെല്ലാ ദിവസവും പറഞ്ഞു, കർത്താവ് എനിക്ക് ഭവനങ്ങൾ തരും, എല്ലാ സമ്പത്തും നിറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഞാനൊരു വീട് പണിത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ആ പൈസ റോൾ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമല്ല, സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന വീട്, ദൈവം തരുന്ന വീട്. അപ്പൊ ദൈവം നമുക്ക് വീട് തരുമോ? ബൈബിൾ പറയുന്നു വീടുകൾ തരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു തവണ പ്രാർത്ഥിച്ച്, ബ്രദറെ ഞാൻ വീടും കാണുന്നില്ല പറമ്പും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കർത്താവ് വീടുകൾ തരും, തന്നതിന് നന്ദി. വീടുകൾ തരും, വീടുകൾ തരും, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ. നോക്കിക്കേ, മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഇത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോടല്ലേ പറഞ്ഞത്? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് ലഭിക്കും. കാര്യം ബൈബിൾ പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയും അബ്രഹാമിന്റെ അവകാശിയും